ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ 2 ആശംസ പ്രസംഗങ്ങളാണ് ഇവിടെയുള്ളത്. ഒന്ന്, നമുക്കെല്ലാം ഇതിനായ ജെസ്സി, നമ്മുടെ പ്രിയപ്പെട്ട അംഗമാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് ജിജോ ജോസഫാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 1 വർഷക്കാലം സംഘടനയെ വളരെ നയപരമായി നയിക്കുകയും തൽക്കാലം ആ സ്ഥാനത്ത് നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇവിടെ അനവധി കലാപരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം പ്രയത്നം അതിന്റെ പിന്നിലുണ്ട്. നിങ്ങളുടെ എല്ലാ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ആ കലാപരിപാടികൾ നടത്തുന്നതിനോട് പങ്കെടുത്തിരിക്കുന്ന, അതിന് ട്രെയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരും ഇവിടെ സ്റ്റേജിന്റെ ബാക്കിലുണ്ട്. അവരെല്ലാം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഒരു ഗാനം ആരംഭിക്കുന്നതിന് വേണ്ടി ജോസിനെ ക്ഷണിക്കുകയാണ്.
വർഷത്തെ ആഘോഷ പരിപാടികൾ ഇവിടെ നിലവിളക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. ബാബു ഇത് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് ബ്ലാക്ക് അടുത്തതായി ക്രിസ്മസ് ആശംസ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ജോബി മാഷിനെ വേണ്ടി ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും മംഗളങ്ങൾ ആശംസിക്കുകയാണ്. നിങ്ങളെ ഞാൻ ആ 2000 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നസ്രത്തിൽ നിന്നും ജോസഫും മേരിയും കൂടി ബെത്ലഹേമിലേക്കുള്ള യാത്ര വളരെ, നമ്മളിന്ന് യാത്ര എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ട്രെയിനിലായും ബസ്സിലായും കാറിലായും നമ്മൾ വളരെ വേഗം സ്ഥലത്തേക്ക് എത്തും. എന്നാൽ ആ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നസ്രത്തിൽ നിന്നും പൂർണ്ണഗർഭിണിയായ മേരിയെ കൊണ്ട് കഴുതപ്പുറത്ത് ബെത്ലഹേമിലേക്കുള്ള യാത്ര. പൂർണ്ണഗർഭിണിയായ മേരിക്ക് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം, ആ സമയത്തെ വേദനകളും വിഷമങ്ങളുമെല്ലാം. അതൊക്കെ സഹിച്ചുകൊണ്ട് അവർ ബെത്ലഹേമിലെത്തി. ബെത്ലഹേമിലെത്തിയ ശേഷം എവിടെയെങ്കിലും ഒന്ന് തലചായ്ക്കാൻ, നീണ്ട യാത്രയ്ക്ക് ശേഷം അവര് ബെത്ലഹേമിലെത്തുകയാണ്. ഒന്ന് തലചായ്ക്കാനായിട്ട് ഒരിടം തേടി അവര് സത്രങ്ങളെല്ലാം നടത്തുന്നു. അപ്പോൾ ജോസഫിന്റെ ഒരു നിസ്സഹായാവസ്ഥ നമ്മൾ അവിടെ കാണണം. പൂർണ്ണഗർഭിണിയായ മേരിക്ക് ഒന്ന് തലചായ്ക്കാനായിട്ട് ഇടം പോലും കണ്ടെത്താൻ കഴിയാത്ത ഭർത്താവ്. ആ ഭർത്താവിന്റെ വേദന, പൂർണ്ണ ഗർഭിണിയായ മേരിയുടെ വേദന, ഒരു രക്ഷകൻ പിറക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം വേദനകൾ അവരുടെ മാതാപിതാക്കൾ സഹിച്ചിട്ടുണ്ട്. ആ ഈശോയുടെ മാതാപിതാക്കൾ സഹിച്ച വേദനകൾ അതിനുശേഷം നമ്മൾ കാണുക ഒരു പുൽത്തൊഴുത്തില് പ്രസവിക്കുന്ന മേരിയാണ്. യാതൊരു സഹായത്തിനില്ലാതെ സ്വന്തം ഭർത്താവിന്റെ മാത്രം സഹായം മാത്രമുള്ളൂ. ആ ഭാര്യ പ്രസവിക്കുമ്പോൾ ഒരു പക്ഷേ ആ ജോസഫ് ഇന്നത്തെ മിഡ്വൈഫിന്റെ ജോലി കൂടി നിർവഹിച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് ദയനീയമായ വേദന നിറഞ്ഞ കാഴ്ചയാണ് നമ്മൾ ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത്. നമ്മൾ എപ്പോഴും കാണാറുള്ളത് സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, മാലാഖമാരുടെ, ഗാനങ്ങളുടെ, ഇടയന്മാരുടെ സന്ദർശനങ്ങളുടെ, രാജാക്കന്മാരുടെ സമ്മാനങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ക്രിസ്മസിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിക്കാറുള്ളത്. എന്നാൽ ഒരു അപ്പനെന്ന നിലയിൽ, ഒരു ഭർത്താവെന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ ആ മാതാപിതാക്കൾ അനുഭവിച്ച വിഷമം ഒരുപക്ഷെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത
ഇതുപോലെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളും നമുക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം വേദനകൾ അനുഭവിച്ച് നമ്മളെ ഇന്നത്തെ നാം ആക്കാനായിട്ട് പങ്കുവഹിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് രക്ഷകൻ പിറക്കുന്നതിനേക്കാളും നമ്മുടെ മാതാപിതാക്കളെ ഓർമ്മിക്കാനുള്ള മാതാപിതാക്കളുടെ ഉത്സവമായിട്ടാണ് ഞാൻ കാണുന്നത്. അവരുടെ നൊമ്പരങ്ങളെ, നമ്മളെ ഇത്രയും വലിയവരാക്കാനായിട്ടും ഉള്ള അവരുടെ കഷ്ടപ്പാടുകളെ, അതിനെയാണ് നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത്. അതിനുശേഷമാണ് രക്ഷകൻ പിറക്കുന്നത്. ഓരോ മാതാവും പിതാവും നമ്മൾ ഓരോരുത്തരും പിറന്നപ്പോഴും ഇത് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. എന്റെ കുടുംബത്തിന്റെ രക്ഷകൻ, എന്റെ കുടുംബത്തിന്റെ രക്ഷക പിറന്നു വീണിരിക്കുന്നു. എനിക്ക് താങ്ങായി, എനിക്ക് തണലായി വളരേണ്ട കുട്ടിയാണ് ഇപ്പോൾ പിറന്നു വീണിരിക്കുന്നത്. അവരുടെ ആ വേദനകളെല്ലാം ആ ഒരു ചിന്തയില് സന്തോഷമായി മാറുന്നു. അപ്പോഴേ നമ്മള് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മുടെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെ കുറിച്ചാണ്. അവരോട് കാണിക്കുന്ന സ്നേഹത്തെ കുറിച്ചാണ്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നമ്മുടെ മാതാപിതാക്കളെ പലപ്പോഴെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതിൽ നിന്നെല്ലാം മാറി ആ മാതാപിതാക്കളുടെ കടപ്പാടും സ്നേഹവും ഭക്തിയും അവരെ വേണ്ടവിധം ശുശ്രൂഷിക്കേണ്ട കടമയും ഒക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു മഹത്തായ സന്ദർഭമാണ് ക്രിസ്മസ്. പിന്നെ എല്ലാവർക്കും പുതുവത്സരത്തിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.
എനിക്ക് തോന്നുന്നത് എന്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ആയിട്ട് വരുന്നത്. എന്നെ നിങ്ങളെല്ലാം രാവിലെ വളരെ സന്തോഷം, എല്ലാവരും ഭയങ്കര ഹാപ്പി എനർജറ്റിക് ആയിരിക്കുന്നുണ്ട്. സോ ഞാൻ ഏതായാലും ദൈവവചനത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് കഥ പറഞ്ഞ് അതിന്റെ ആ വചനത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. 2 കഥ നമ്മൾ തുടങ്ങുന്നത്. ഈ കഥ നടക്കുന്നത് റൊമാനിയയിലാണ്. 2 വ്യക്തികൾ വിവാഹിതരാണ്, ജിന്നും ജയലേ. അവർ വളരെ സ്നേഹത്തിൽ കഴിയുന്നതാണ് വ്യക്തികൾ. അതായത് എങ്കിലും അവിടെ റെസിഷൻ മൂലം പൊതുവെ ജോബിന്റെ സാധ്യത കുറവ് കാരണം അവർക്ക് സാമ്പത്തികത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പാവപ്പെട്ടവരാണ്. അപ്പോൾ ക്രിസ്മസ് അടുത്ത് വരികയാണ്. അതിനാൽ അവർക്ക് പരസ്പരം ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വളരെയധികം ആഗ്രഹമാണ്. അങ്ങനെ ഇവര് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം ചിന്തിച്ചിരിക്കെ പാവപ്പെട്ടവരെ അവരുടെ കയ്യിൽ ഒന്നും മേടിക്കാനോ ഒന്നും ചെയ്യാനില്ല. എല്ലാ പെൺകുട്ടിക്ക് കൂടെ ഉള്ളത് എല്ലാവരും വീട്ടിൽ പറയുന്ന ആ കുട്ടിയുടെ മുടിയും അതേപോലെ ജിമ്മിന് കൂടെ ഒരു പ്രസന്റ് കൊടുക്കാനും അല്ലെങ്കിൽ ആ വാല്യുബിൾ ആയിട്ട് ജിമ്മിന് തോന്നുന്നത് ഒരു വാച്ചുമാണ്. ആ വാച്ചിനാണെങ്കിൽ സ്ട്രാപ്പില്ല, പക്ഷെ ഒരു തുണി കൊണ്ട് കെട്ടിയിട്ടാണ് പഴയ ആൾക്കാർ നടക്കുന്ന ഒരു ഗോൾഡൻ വാച്ച്. അത് തുണിയിൽ കൊണ്ട് കെട്ടിയിട്ടാണ് അദ്ദേഹം അത് അണിഞ്ഞു നടക്കുന്നത്. അങ്ങനെ 25-ാം തീയതി അവർ പ്രസന്റ് അവർ മക്കളില്ലാത്തതിനാൽ അവർ പ്രസന്റ് പരസ്പരം കൈമാറാൻ തീരുമാനിച്ചു. അങ്ങനെ ഡെല്ല പോയി മുടി വെട്ടി അത് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് ജിമ്മിന് ഒരു വാച്ചിന് സ്ട്രാപ്പ് മേടിച്ചു. അതേസമയം ജിമ്മ് ആ വാച്ച് വിറ്റിട്ട് ഡെല്ലയ്ക്ക് ഒരു മുടിയിലൊരു ക്ലിപ്പ് കൊടുത്തു. അപ്പോ അങ്ങനെ അവരത് കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് പരസ്പരം അത് ഒട്ടും ഉപയോഗപ്പെടുന്നു. ആ സന്തോഷം, ആ സങ്കടത്തിൽ അവര് പരസ്പരം കെട്ടിപ്പിടിച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാണ് യേശു ക്രിസ്തു നമ്മളോട് കാണിച്ച സ്നേഹം. നമുക്ക് അവർക്ക് ഏറ്റവും വാല്യുബിൾ, ദൈവത്തിന് ഏറ്റവും വാല്യുബിൾ ആയിട്ടായിരുന്നു സ്വന്തം പുത്രനെ നമ്മളോടുള്ള ഫെലോഷിപ്പിന്റെ പേരിൽ നമുക്ക് അയച്ചു, ഭൂമിയിലേക്ക് അയച്ചു മരിക്കാൻ കിട്ടും. അതാണ് ആ കഥയിലെ ഏറ്റവും വലിയ വീക്ക്നെസ്. അപ്പൊ അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ മിലിറ്ററി, ഇത് നടന്നൊരു കഥയാണ്. ഇന്ത്യൻ മിലിറ്ററിയിലെ ഒരു മേജർ ഹെഡ് 30 പേരെ മെയിൻ ഇമ്പോർട്ടന്റ് ട്രെയിനിങ്ങിനായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗ്രനേഡിന്റെ ഒരു ട്രെയിനിങ് വന്നു. ഗ്രനേഡിന്റെ ട്രെയിനിങ് അടിവാരങ്ങളിൽ അവിടെ ആൾപ്പാർക്ക് തീരെ കുറവായതുകൊണ്ട് അടിവാരങ്ങളിലായിരിക്കും ഗ്രനേഡിന്റെ ട്രെയിനിങ്. അങ്ങനെ ഗ്രനേഡിന്റെ ട്രെയിനിങ്ങിനായിട്ട് ഈ 30 പേരും ഈ മിലിറ്ററി ഹെഡും ഒരു അടിവാരത്തിലേക്ക് പോയി. അങ്ങനെ ഇവരെ ഓരോരുത്തരും പഠിപ്പിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്റ്റുഡന്റ് ഗ്രനേഡ് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ താഴെ എടുക്കും. അങ്ങനെ ഈ 30 പേരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാപ്റ്റൻ നേരെ ചാടി ആ ഗ്രനേഡിന്റെ മേലെ കാമുന്നു കിടന്നു. ഇത് ഇന്ത്യൻ ആർമിയിൽ നടന്ന ഒരു ട്രൂ സ്റ്റോറി. അങ്ങനെ ആ 30 പേരെ സേവ് ചെയ്യാൻ വേണ്ടി ആ ക്യാപ്റ്റൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ഫേമസ് വ്യക്തിയാണ്. അദ്ദേഹം താജ്മഹൽ ആംഗിൾ സേവനം ചെയ്തു. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവിന്റെ സ്നേഹം, അതായത് യേശു നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്നു. പിതാവായ ദൈവം സ്വന്തമാണ് ഏറ്റവും വിലപ്പെട്ടതിനെ തന്നെ നമുക്ക് തന്നു. അപ്പം ഈ ക്രിസ്മസ്, ഈ ആഘോഷം നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിൽ, ക്രിസ്മസ് മെസ്സേജ് ആയിട്ട് നമ്മളെല്ലാവരും സന്തോഷത്തിൽ. ദൈവം ഏതെന്തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഫെലോഷിപ്പാണ്. അതായത് യോഹന്നാൻ 17-ാം അധ്യായത്തിൽ പറയുന്നു മനുഷ്യന് കൂട്ടായ ഉണ്മയുള്ളത് ദൈവത്തിനോടൊപ്പം, ദൈവത്തിന് കൂട്ടായ്മയുള്ളത് മനുഷ്യനോടുമുണ്ട്. അപ്പം ഏതെന്തോട്ടത്തിലെ പലരും ചോദിച്ചിട്ടുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ഭൂമിയിൽ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രോഗം വന്നു എല്ലാം അതിനാണോ ദൈവം സൃഷ്ടിച്ചത്? അല്ല, ദൈവത്തിന് ഒരു ഫ്രണ്ട് വേണം. ലൈക്ക് ഒരു സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്. അങ്ങനെ ദൈവം നമുക്ക് തെറ്റും ശരിയും ഏത് നമുക്ക് ചൂസ് ചെയ്യാം. ദൈവത്തിന് വേണമെങ്കിൽ ഒരു 1000 മനുഷ്യനെ പോലെ റോബോട്ട്സിനെ ഉണ്ടാക്കി മതി വർഷിപ്പ് ചെയ്യാനുള്ളത്. പക്ഷെ ദൈവം അത് ചെയ്തില്ല. നമുക്ക് വേണമെങ്കിൽ ദൈവത്തിനെ വർഷിപ്പ് ചെയ്യാം, വേണമെങ്കിൽ വേണ്ട. അങ്ങനെ ഒരു ഓപ്ഷനാക്കി വിട്ടു. ഇവർക്ക് ദൈവത്തിന് ചെയ്യാൻ പറ്റും.
അങ്ങനെ നമുക്ക് ഒരു ഫ്രണ്ടിനെ ആയിട്ടാണ് ഫ്രണ്ട് എന്ന നിലയിലാണ് മനുഷ്യനെ ദൈവത്തിന് സൃഷ്ടിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതെല്ലാം മറന്ന് ഈവൻ ഈ ക്രിസ്മസ് എന്നുള്ള പേര് മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളിതെല്ലാം മറന്ന് നമ്മൾ ആഘോഷത്തിൽ അതേപോലെ നമ്മുടെ കൂട്ടായ്മ ഫ്രണ്ട്സിനോട് മാത്രമായും ദൈവത്തിനോട് മറന്നു, അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ജോലിയോട് മാത്രം കൂട്ടായ്മ എല്ലാം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സണായ ദൈവത്തിനെ മറന്ന് നമ്മള് ഇങ്ങനെ ഓരോന്നിലേക്ക് ഡിസ്ട്രാക്ട് ആയിട്ട് പോകും. അതുകൊണ്ട് അങ്ങനെ അതിന് നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ അടുത്തേക്ക് വന്നത്, നമുക്ക് വേണ്ടി ദൈവം അയച്ചത്. അപ്പം മാത്യു അപ്പം ഞാൻ ഈ നമ്മൾ എന്തുകൊണ്ട് ഇപ്പം നമുക്ക് ദൈവത്തിൽ വന്നാൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൂടെ ഇരുന്നാൽ നമുക്ക് എന്ത് കിട്ടും? പലരും കുറെ കഷ്ടപ്പെടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നിലും പല കേസുകളും തൃപ്തി വരുന്നില്ലാത്തൊരവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും, കുറെ കാര്യങ്ങൾ ചെയ്യും, പക്ഷെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, സന്തോഷമില്ല, സമാധാനം. പക്ഷെ നമുക്ക് സമാധാനം നമ്മളിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അപ്പോഴും നമ്മളോട് ഫീൽ ആവുന്നത് നമ്മുടെ ദൈവത്തിന്റെ കൂടെ ആയിരിക്കും. That's why we were created. പക്ഷെ നമ്മൾ അങ്ങനെ ആവാത്ത, അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല സമയത്തും നമുക്ക് സമാധാനം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി ഒരു 2 മിനിറ്റ് പറയാൻ ആഗ്രഹിക്കുന്നു. മാത്യു ചാപ്റ്റർ 28:18 പറയുന്നത് ഞാൻ ഒന്ന് വായിക്കാം. യേശു അടുത്തു ചെന്ന് അവരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ കൂടി സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹെവനിലെയും അതുപോലെ എർത്തിലെയും എല്ലാ അധികാരവും ദൈവത്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. സോ നമ്മൾ അധ്വാനിക്കുന്നത് ഭൂമിക്ക് വേണ്ടിയിട്ടാണ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം നോക്കിയാൽ എല്ലാ പ്രാവുകളെയും പക്ഷികളെയും ദൈവം പോലും. ഒരു ഉദാഹരണത്തിന് വെയിൽ അല്ലെങ്കിൽ അമീബ, 2 എക്സ്ട്രീം കേസുകളാണ്. ഒരു വെയിലിന്റെ ഒരു നേരത്തെ ആഹാരം എന്ന് പറഞ്ഞ് 10 ടൺ വെജിറ്റബിൾസ്, 10 ടൺ. ആ 10 ടൺ വെജിറ്റബിള് ദൈവം ആ വെയിലിന് കൊടുക്കാൻ പ്രാപ്തനാണെങ്കിൽ നമുക്ക് ദൈവം എന്തുകൊണ്ട് നമ്മുടെ ഒരു 0.0001 ടൺ ഫുഡ് മതി നമുക്ക്. 10 ടൺ ഫുഡ് വെയിലിന് കിട്ടണമെങ്കിൽ നമ്മളെ പോലെ ദൈവം പറ്റില്ല. സോ നമ്മള് ഫോക്കസ്, നമ്മുടെ ജോലി നമ്മളത് ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷെ നമ്മൾ അതിലൊരു പങ്ക് ദൈവത്തിന് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഒരു സമയം, പങ്ക് എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല ദൈവത്തിന് കൊടുക്കുന്ന സമയം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ ടൈമാണ്. അപ്പൊ നമ്മൾ ടൈമിന്റെ ഒരു ഭാഗം ദൈവത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1000 രൂപ സ്തോത്രകാഴ്ച ഇടുന്നതിനെക്കാട്ടും വളരെ വലുതായിരിക്കും. He want you to talk to him. He want a friend. വേറെ ആരുമല്ല ദൈവത്തിന് വേണ്ടത്. സോ ഈ ന്യൂ ഇയറിലേക്ക് ഞാൻ എന്റെ പ്രബോധനത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സമയം ദശാംശമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു റിലേഷൻഷിപ്പിനാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? അയാളുടെ ടൈം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടൈം കൊടുക്കുക, ഷെയർ ചെയ്യുക. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അത് തന്നെയാണ് ദൈവത്തിനാണ്, നിങ്ങളുടെ വേറെ ഒന്നുമല്ല. അപ്പോൾ പ്രാർത്ഥനയിലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ദൈവത്തിന് ടൈം കൊടുക്കുക. അത് പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.